ഈ കുഞ്ഞിലെ തന്നെ പാട്ട് പഠിച്ച്? ഇല്ലില്ല, ഞാൻ കുഞ്ഞിലെ പാട്ട് പഠിച്ച വ്യക്തിയല്ല. ഞാൻ മദർ ഒന്നാമത് പഠിപ്പിക്കത്തില്ല. ഇത് ഞാനും അമ്മയും ഞാനും കൂടെ അടിയാവും, പ്രശ്നത്തിലാവും. അതുകൊണ്ട് വല്യച്ഛനെന്ന് എല്ലാം കേട്ട് ജ്ഞാനമാണ്, കേട്ടുകേൾവിയാണുള്ളത്. അപ്പോൾ കേട്ട് വന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ എത്തിയ സമയത്ത് പാട്ട് മുഖ്യമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അപ്പം തൊട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അത് പാട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ പഠിച്ചു. ബേസിക്കലി നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ മാത്രം അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഓക്കെ. ഈ ഞാൻ ഒരു പാട്ടുകാരി ആവാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പാട്ടാണ് എൻ്റെ ഒരു വഴി എന്നൊക്കെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ തുടങ്ങിയത് എപ്പോൾ തൊട്ടാ? അതായത് ഇപ്പോൾ പേഴ്സൺ ഓഫ് മെനി ടാലൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് എഴുത്തും വായനയോടും ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ കേരള നടനം ഒരുപാട് വർഷം പഠിച്ചതാണ്. അത് പെർഫോം ചെയ്യുമായിരുന്നു. പാട്ട് ഞാൻ പാടുമായിരുന്നു. ബട്ട് അതൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പാർട്ട്ണർ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ പാർട്ട്ണർ ഒരു മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയൊരു കഴിവ്, അത്ര നന്നായിട്ട് പാടുന്നു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അത് ഏറ്റെടുത്ത് അത് നന്നായിട്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് പാടി തുടങ്ങിയ സമയത്താണ് ഞാൻ അത് കൊള്ളാമല്ലോ, ഇത് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ മേഖലയിലേക്ക് വരുന്നു. ഓക്കെ.